പറയാനുണ്ട്. അത് പെട്ടെന്ന് ഞാൻ റീലിൽ തീർത്തിട്ട് പോവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 25, 26 3 വർഷമെന്ന് നിങ്ങൾ ആലോചിക്കണം. 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ്. ഇത്രയും നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹേറ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ്ഡ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിഞ്ഞു. അത് കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും അന്ന് തുടങ്ങിയ ഹേറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും, ഇനി പോട്ടെ എൻ്റെ ഭാഗത്ത് 100% ശരിയില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാരെ ചിത്രീകരിക്കാറ്. സോ ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഹേറ്റാണ്. ആൻഡ് ഞാൻ ഇന്ന് ഹക്കീമിൻ്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം, പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയുകയും ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. അപ്പം നിങ്ങളൊക്കെ ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങി തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതെവിടെയും പറയാനോ കണ്ടന്റ് ആക്കാനോ പോയിട്ടില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി. ഇത് പെൺപിള്ളേരുടെ കേസും ഇത്രയും ഈ എനിക്കെന്താ പറയാനറിയില്ല. ഈ പ്രഗ്നൻസിയും സംഭവങ്ങളൊക്കെ നമ്മുടെ കൈ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കൈ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം. മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഇപ്പം ഹക്കീം ഇട്ട കാര്യമാണേലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് അത്ര പറയുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. ആൻഡ് പ്ലീസ്, നിങ്ങൾ ഈ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും നല്ലതായിരിക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ആൾക്കാരുടെ റിയൽ മുഖം. ആരുടെ എല്ലാവരുടെ കാര്യം ബേസിക്കലി പറയുന്നത്, ആരുടെ. അപ്പം അന്തം വിട്ട് ഒരാളെ ആരാധിക്കാണ്ടിരിക്കുക. ബിക്കോസ് യു നെവർ നോ അവർ പുറകിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ എക്സ്ട്രീം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ യാ.